റേഡിയോ ലൈറ്റിംഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ക്രോൾ ബോർഡ് നമുക്ക് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സ്ക്രോൾ ബോർഡ് നിർമ്മാണത്തെ പറ്റി ഈ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. സ്ക്രോൾ ബോർഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ പാർട്സുകൾ എന്തൊക്കെയാണ്, അതിൽ വരുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് എന്തൊക്കെയാണ്, അതുപോലെ ഓരോ സ്ക്രോൾ ബോർഡിനനുസരിച്ചിട്ടുള്ള പാർട്സ് എങ്ങനെ സെലക്ട് ചെയ്യാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പ്രോഗ്രാമിംഗ് വശങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിലായിരിക്കും ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രോഗ്രാമിംഗ് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ ഇച്ചിരി പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് മുടക്കുമുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ബിസിനസ്സാണ് LED സ്ക്രോൾ ബോർഡ് ബിസിനസ് എന്ന് പറയുന്നത്. മുടക്കുമുതൽ കുറവാണ് എന്നുള്ളതാണ് ഈ ഒരു ബിസിനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ നമ്മൾ കഷ്ടപ്പെടുന്നതിനനുസരിച്ച് ഒരു നല്ലൊരു പ്രോഫിറ്റും ഈ ഒരു ബിസിനസ്സിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു സ്ക്രോൾ ബോർഡിന്റെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പാർട്സുകളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി നോർത്ത് വരൂരും ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്തായിട്ടാണ്. ഇനി നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയാണ്, നിങ്ങളുടെ റിക്വയർമെന്റ് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിക്വയർമെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ക്രോൾ ബോർഡിന്റെ പാർട്സും നമ്മൾ ഇന്ത്യയിൽ എവിടേക്കും കൊറിയർ ചെയ്ത് നൽകുന്നതാണ്. സോ കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ വീഡിയോയിലും അതുപോലെ നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പിന്റെ ലിങ്ക് താഴെ ബയോയിലും ഫസ്റ്റ് പിൻഡ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ സ്ക്രോൾ ബോർഡ് നിർമ്മാണത്തിന്റെ A to Z കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. സോ എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉള്ള ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വീഡിയോയെ തന്നെ പല ഭാഗങ്ങളായിട്ട് അല്ലെങ്കിൽ പല ചാപ്റ്ററുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ സ്ക്രോൾ ബോർഡിന്റെ ടൈല് അല്ലെങ്കിൽ LED മൊഡ്യൂളിന്റെ കാര്യങ്ങളായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കൺട്രോളറുകളുടെ കാര്യവും, തേർഡ് പാർട്ടിൽ ഇതിന്റെ പവർ സപ്ലൈ, ഓരോ പവർ സപ്ലൈ എങ്ങനെ സെലക്ട് ചെയ്യാന്നുള്ളതും, നാലാമത്തെ പാർട്ടിൽ ഇത് സെറ്റപ്പ് ചെയ്തതിന്റെ വയറിങ്ങും ബാക്കിയുള്ള കണക്ഷൻ കാര്യങ്ങളൊക്കെയാണ് നാലാമത്തെ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നമ്മുടെ LED സ്ക്രോൾ ബോർഡ് നിർമ്മാണത്തിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് നമ്മൾ സ്ക്രോൾ ബോർഡിൽ കാണുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ ആദ്യം കാണുന്നത് ഇത്തരത്തിലുള്ള ഒരു P10 LED മൊഡ്യൂൾ ആയിരിക്കും. നമ്മൾ ഇതിനെ ടൈലെന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇതിന്റെ ഒരു സൈസ് കാരണം അല്ലെങ്കിൽ രൂപം കാരണം നമ്മൾ ഇതിനെ ടൈലെന്നും വിശേഷിപ്പിക്കാറുണ്ട്. നമുക്ക് പല സീരീസിലുള്ള ടൈലുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സ്ക്രോൾ ബോർഡ് നിർമ്മാണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് സിംഗിൾ കളർ P10 LED മൊഡ്യൂൾ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സിംഗിൾ കളറിന്റെ കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുള്ളൂ. മൾട്ടി കളർ അല്ലെങ്കിൽ RGB സ്ക്രോൾ ബോർഡിന്റെ കാര്യങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. പറഞ്ഞു വന്നത് സ്ക്രോൾ ബോർഡ് നിർമ്മാണത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്നത് P10 സീരീസ് ടൈലുകളാണ്. എന്നാൽ നമുക്ക് P6ഉം P4ഉം P2.5 മൊഡ്യൂളുകളൊക്കെ അവൈലബിൾ ആണ്. സിംഗിൾ കളർ നമുക്ക് P10ൽ മാത്രമേ വരുന്നുള്ളൂ. ഈ P10 P4 എന്നൊന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഞെട്ടണ്ട, കാര്യങ്ങളൊന്നുമില്ല. കുറേ LED നിരത്തി വെച്ചൊരു ബോർഡാണല്ലോ നമ്മുടെ ടൈൽ എന്ന് പറയുന്നത്. ഇതിൽ അടുത്തടുത്തുള്ള രണ്ട് LED ഗ്യാപ്പാണ് ഈ P10 എന്നും P5 എന്നൊക്കെ പറയുന്നത്. P10 എന്ന് പറയുമ്പോൾ രണ്ട് അടുത്തടുത്തുള്ള LED തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 മില്ലിമീറ്റർ ആയിരിക്കും. ഇനി P6 എന്ന് പറയുമ്പോൾ രണ്ട് അടുത്തടുത്തുള്ള LED തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 6 mm ആയിരിക്കും. അപ്പോൾ LED കുറച്ചുകൂടെ അടുത്ത് വരും. P4 ആകുമ്പോൾ ആ ഗ്യാപ്പ് പിന്നെയും ചുരുങ്ങി 4 മില്ലിമീറ്റർ ആവും. P2.5 എന്ന് പറയുമ്പോൾ അത് പിന്നെയും ചുരുങ്ങിയിട്ട് 2.5 മില്ലിമീറ്റർ ആയിട്ട് ഗ്യാപ്പ് കുറയും. അപ്പോൾ ഗ്യാപ്പ് കുറയുന്നതനുസരിച്ച് നമുക്ക് ആ ഒരു ഇമേജിലൊക്കെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. നമ്മൾ സ്ക്രോൾ ബോർഡിന് P10 ആണ് ഉപയോഗിക്കുന്നത്. വീഡിയോ വാളിന് അത്തരത്തിലുള്ള പർപ്പസിനൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ P2.5ഉം P4ഉം P6 ഒക്കെ ഉപയോഗിക്കുന്നത്. സ്ക്രോൾ ബോർഡ് നിർമ്മിക്കുന്നവരെ സംബന്ധിച്ച് നമുക്ക് P10 ആണ് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത്. 99.99% സ്ക്രോൾ ബോർഡുകൾ നമ്മൾ P10 പാനൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. P10 പാനൽ നമുക്ക് രണ്ട് വെറൈറ്റിയിൽ വരുന്നുണ്ട്. സിംഗിൾ കളറും വരുന്നുണ്ട്, മൾട്ടിയും വരുന്നുണ്ട്. സിംഗിൾ കളറിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. നമുക്ക് ഡിപ്പ് എന്ന് പറഞ്ഞിട്ടും SMD എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് വരുന്നുണ്ട്. അതിൽ തന്നെ നമുക്ക് വ്യത്യസ്ത ബ്രാൻഡുകൾ വരുന്നുണ്ട്. കോമൺ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ രണ്ട് ടൈപ്പാണ് സിംഗിൾ കളറിൽ വരുന്നത്, ഡിപ്പും SMDയും. SMDയുടെയും ഡിപ്പിന്റെ ഒക്കെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ തുടരാൻ നമുക്ക് സംസാരിക്കാം. ആദ്യം ഇതിന്റെ സൈസും ഇതിന്റെ ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ ഒക്കെ നമുക്കൊന്ന് സംസാരിക്കാം. സ്ക്രോൾ ബോർഡ് നിർമ്മിക്കുമ്പോഴും സർവീസ് ചെയ്യുമ്പോഴൊക്കെ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കുക, 5 വോൾട്ട് DC മാത്രമാണ് സ്ക്രോൾ ബോർഡ് വർക്ക് ചെയ്യുന്നത്. ഒരു കാരണവശാലും നിങ്ങൾ 12 വോൾട്ടിലേക്കോ അല്ലെങ്കിൽ ഡയറക്റ്റ് AC നമ്മുടെ സ്ക്രോൾ ബോർഡ് കണക്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും സ്ക്രോൾ ബോർഡിന്റെ ടൈലാണെങ്കിലും കൺട്രോളർ ആണെങ്കിലും കംപ്ലീറ്റ്ലി നമുക്ക് 5 വോൾട്ട് DC വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരു ടൈലിന്റെ കറണ്ട് റേറ്റിംഗ് പറയുകയാണെങ്കിൽ നമുക്ക് P10 പാനലിൽ മൊത്തത്തിൽ 512 LED ആണ് വരുന്നത്. ഈ പറയുന്ന 512 LEDയും ഒരുമിച്ച് കത്തുകയാണെങ്കിൽ അറൗണ്ട് 4 ആംപിയർ കറണ്ട് ഈ ഒരു ടൈൽ നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് ഡ്രോ ചെയ്യുന്നതാണ് അല്ലെങ്കിൽ വലിക്കുന്നതാണ്. വീഡിയോയുടെ അവസാന പോർഷനിൽ നമ്മൾ പവർ സപ്ലൈയെ പറ്റി സംസാരിക്കുമ്പോൾ എങ്ങനെ നമ്മുടെ ടൈലിന്റെ എണ്ണത്തിനനുസരിച്ച് പവർ സപ്ലൈ സെലക്ട് ചെയ്യാന്നുള്ളത് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ഇനി നിങ്ങൾ ബസ്സിലൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 12 വോൾട്ടിനെ അല്ലെങ്കിൽ 24 വോൾട്ടിനെ
5 വോൾട്ടായിട്ട് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടർ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 10 ആംപിയറിന്റെയും 20 ആംപിയറിന്റെയും കൺവേർട്ടർ അവൈലബിൾ ആണ്. ബസ്സുകളിൽ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന കൺവേർട്ടർ വെച്ചിട്ട് മാത്രം നമ്മുടെ ഈ ഒരു സ്ക്രോൾ ബോർഡ് പവർ അപ്പ് ചെയ്യുക. ഇനി ഈ ഒരു പാനലിന്റെ സൈസിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഉള്ള പാനലുകളെല്ലാം P10 പാനലുകളെല്ലാം ഒരേ വലുപ്പത്തിലാണ് വരുന്നത്. നമ്മൾ കറക്റ്റ് പറയുകയാണെങ്കിൽ ഇതിന്റെ വീതി, ഈ വീതിയെ പലരും നീളമൊന്നും വിളിക്കാറുണ്ട്. ഞാനിപ്പോൾ ഈ കാണിച്ചേക്കുന്ന ഈ വീതി 32 സെന്റിമീറ്റർ ആണ് വരുന്നത്. അതുപോലെ ഹൈറ്റ് താഴെ നിന്ന് മുകളിലേക്ക് 16 സെന്റിമീറ്ററുമാണ് വരുന്നത്. പറയാനുള്ള എളുപ്പത്തിന് അല്ലെങ്കിൽ കസ്റ്റമറോട് സംസാരിക്കാനുള്ള എളുപ്പത്തിൽ നമ്മൾ ഇത് അടിക്കണക്കിലാണ് പറയുന്നത്. എല്ലാവരും നീളം എന്ന് പറയുന്ന ഈ ഒരു വിട്ട് നമുക്ക് ഒരടിയും ഹൈറ്റ് നമ്മൾ അരയടിയായിട്ടാണ് പറയുന്നത്. അത് ആക്ച്വലി ഒരിക്കലും ഫ്രെയിം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു അടിക്കണക്ക് വെച്ചിട്ട് കണക്ക് കൂട്ടാൻ പാടില്ല. സെന്റിമീറ്ററിൽ തന്നെ എടുക്കുക. വീതി 32 ഹൈറ്റ് 16 തന്നെ എടുക്കുക. കസ്റ്റമറെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് നമ്മൾ ഈ പറയുന്ന അടിക്കണക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്. P10 മൊഡ്യൂളിൽ നമുക്ക് 2 ടൈപ്പ് LED അവൈലബിൾ ആണ്. ഈ കാണുന്നത് ഡിപ്പ് ടൈപ്പ് എന്ന് പറയുന്ന പാനലാണ്. നമുക്കിനി SMD എന്ന് പറയുന്ന ഒന്നുമുണ്ട്. നമുക്ക് ആദ്യം ഒരു ഡിപ്പ് ടൈപ്പ് നോക്കിയിട്ട് SMD യെ പറ്റി സംസാരിക്കാം. പണ്ട് നമ്മൾ സ്കൂളിൽ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഉന്തി നിൽക്കുന്ന LED ഉണ്ടല്ലോ, അല്ലെങ്കിൽ പുറത്തേക്ക് ഒന്ന് മുഴച്ച് നിൽക്കുന്ന LED ഉണ്ടല്ലോ, ഈ ഒരു LED ആണ് നമ്മൾ ഡിപ്പ് ടൈപ്പ് എന്ന് വിളിക്കുന്നത്. പൊതുവെ നല്ല ക്വാളിറ്റി LED ആയിട്ട് നമ്മൾ പറയുന്നതും ഈ ഒരു ഡിപ്പ് ടൈപ്പ് ആണ്. കമ്പാരിറ്റീവ്ലി ബ്രൈറ്റ്നസ് ഇതിന് കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ഔട്ട്ഡോർ യൂസ് ചെയ്യുമ്പോൾ SMDയേക്കാൾ നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ഡിപ്പ് ടൈപ്പ് ആണ്. മെയ്യാഡ് എന്ന് പറഞ്ഞ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബ്രാൻഡിന്റെ ടൈലുകൾ മാത്രമാണ് നമ്മളിപ്പോൾ സപ്ലൈ ചെയ്യാറ്. നമ്മുടെ കയ്യിൽ 4 കളേഴ്സ് ഇപ്പോൾ ഈ ഒരു ഡിപ്പ് ടൈപ്പ് വരുന്നുണ്ട്. ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് റെഡ് ആണ്. വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് പകൽ സമയങ്ങളിലും ദൂരെ നിന്ന് കാഴ്ച കിട്ടുന്നത് റെഡ് ആണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ റെഡ് സ്റ്റോക്ക് ഉണ്ട്. പിന്നീട് ഗ്രീൻ ഉണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്, മഞ്ഞയുണ്ട്. 16 ICയുള്ള ഡിപ്പ് ടൈപ്പ് ടൈലാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. മാർക്കറ്റിൽ ഇപ്പോൾ കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ള ഡിപ്പ് ടൈല് തന്നെയാണ് മെയ്യാഡിന്റെ 16 IC ടൈൽ എന്ന് പറയുന്നത്. SMD വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ തിക്നെസ് ഒരു അല്പം വലുതാണ്. നമ്മുടെ ഈ LED ഇത്രയും വലുതായതുകൊണ്ടും ഈ LEDകളെല്ലാം ഒരു സിലിക്കൺ ബെഡിലാണ് ഇറക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഔട്ട്ഡോർ യൂസിൽ ഈ ഒരു ടൈല് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഉള്ളിലേക്ക് വെള്ളം കയറും എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട. നമ്മൾ ഇതിന്റെ ഫ്രെയിം കംപ്ലീറ്റ് ആയിട്ട് വാട്ടർ പ്രൂഫ് ചെയ്ത് മേളിൽ ഷെയ്ഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈല് നമുക്ക് ടെൻഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് ഔട്ട്ഡോർ യൂസിന് പറ്റുന്നതാണ്. പിന്നെ നമ്മൾ കയ്യിൽ വെക്കുന്ന സമയത്താണെങ്കിൽ ഇതിന്റെ പ്ലാസ്റ്റിക്കിൽ തന്നെ നമുക്ക് ഒരു ക്വാളിറ്റി, നല്ലൊരു ക്വാളിറ്റി ഡിഫറൻസ് ഫീൽ ചെയ്യും. ഈ മൊഡ്യൂളിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് മൊത്തത്തിൽ 3 പിന്നുകൾ കാണാൻ പറ്റും. ഒരു ഡേറ്റ ഇൻ പിന്നുണ്ട്, ഒരു ഡേറ്റ ഔട്ട് ഉണ്ട്, പിന്നെ നമുക്ക് ഇതിലേക്ക് വോൾട്ടേജ് കൊടുക്കാനുള്ള പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പോസിറ്റീവ് VCC എന്നും നെഗറ്റീവ് ഗ്രൗണ്ട് അല്ലെങ്കിൽ GND എന്നാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ അലൈൻമെന്റ് ഒക്കെ നമുക്ക് ബോർഡ് സെറ്റ് ചെയ്യുന്ന അവസാനത്തെ പോർഷനിൽ നമുക്ക് സംസാരിക്കാം. സോ ഇത്രയുമാണ് നമുക്ക് ഡിപ്പ് ടൈപ്പ് ടൈലിനെ പറ്റി പറയാനുള്ളത്. എപ്പോഴും ക്വാളിറ്റി കൂടുതലും പ്രൈസ് കൂടുതലും വരുന്നതും ഈ പറഞ്ഞ ഡിപ്പ് ടൈപ്പ് ടൈലിനാണ്. ഇനി ഇതിന്റെ തന്നെ ഇതേ കളറിൽ തന്നെ നമുക്ക് SMD വരുന്നുണ്ട്. SMD കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തിക്നെസ് നേർ പകുതിയെ നമുക്ക് SMDയിൽ വരുന്നുള്ളൂ. നീളവും വീതിയൊക്കെ സെയിം ആണ്, അതിൽ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ ഒരു LEDയുടെ ക്വാളിറ്റിയിലും തിക്നെസ്സിലുമാണ് വ്യത്യാസം വരുന്നത്. ഇതും നമുക്ക് ആക്ച്വലി വെതർ പ്രൂഫ് ആണ്, പുറത്ത് വെക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നല്ല ഉച്ച സമയത്ത് നേരിട്ട് വെയിലടിക്കുന്ന ടൈം ആണെങ്കിൽ ഈ പറയുന്ന SMD കുറച്ച് നമുക്ക് ബ്രൈറ്റ്നസ് ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യും. അപ്പോൾ നമ്മുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ഔട്ട്ഡോർ യൂസ് പ്രിഫർ ചെയ്യുന്നവരാണ്, നല്ല രീതിക്ക് വെയിലടിക്കുന്ന പോർഷനൊക്കെ ആണെങ്കിൽ ഡിപ്പ് പ്രിഫർ ചെയ്യുക. ഇന്റീരിയറിലായിരിക്കും അല്ലെങ്കിൽ ഇൻഡോറിലായിരിക്കും നമുക്ക് കൂടുതലും ഈ ഒരു SMD ടൈൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ പലരും ഇപ്പോൾ പ്രൈസ് നോക്കിയിട്ട് പുറത്ത് SMD യൂസ് ചെയ്യാറുണ്ട്. ഞാൻ നമ്മുടെ ഒരു പേഴ്സണൽ സജഷൻ ആണ് പറഞ്ഞത്. ഈ ഒരു ടൈൽ നമുക്ക് പുറത്ത് ഉപയോഗിക്കുന്നുണ്ട്, വേറെ ദോഷങ്ങളൊന്നും വരുന്നില്ല. കറക്റ്റായിട്ട് വാട്ടർ പ്രൂഫ് ചെയ്താൽ മാത്രം മതി. ഇതിന്റെ ബാക്ക് സൈഡിലോട്ട് വരുമ്പോഴും നമ്മൾ നേരത്തെ ഡിപ്പിൽ കണ്ടതുപോലെ തന്നെയുള്ള 3 പിന്നുകൾ വരുന്നുണ്ട്. ഡേറ്റ ഇൻ, ഡേറ്റ ഔട്ട്, പിന്നെ ഇതിലേക്ക് വോൾട്ടേജ് കൊടുക്കാനുള്ള പിന്ന്. ഈ ഒരു വോൾട്ടേജ് കൊടുക്കാനുള്ള പിന്നിൽ നമ്മുടെ ഡിപ്പ് ടൈപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇതിലൊരു പ്രത്യേക ടൈപ്പ് ഒരു സോക്കറ്റ് ആണ് അല്ലെങ്കിൽ ഒരു പിന്നാണ് വരുന്നത്. ഇതിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയർ നമ്മുടെ ഈ ഒരു ടൈലിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ഇതിന്റെ കണക്ടർ തപ്പിപ്പോയി നമുക്ക് ബുദ്ധിമുട്ടേണ്ടി വരുത്തൊന്നുമില്ല. എപ്പോഴും ടൈലിന്റെ കൂടെ അതിനാവശ്യമായിട്ടുള്ള കണക്ടറും നമുക്ക് കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. എവിടുന്ന് ടൈൽ മേടിച്ചു കഴിഞ്ഞാലും നമ്മുടെ അടുത്തൊന്നും തന്നെയല്ല, എവിടുന്ന് ടൈൽ മേടിച്ചു കഴിഞ്ഞാലും ഇതിന്റെ കണക്ഷന് വേണ്ടിയുള്ള വയറുകളും അവർ കൂടെ തന്നെ തരുന്നതാണ്. ഈ ഒരു പിന്ന് നമുക്ക് ജസ്റ്റ് ഇതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈലിലേക്ക് വോൾട്ടേജ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ടൈലുകളെ പറ്റി സംസാരിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് P10 ടൈലാണ് യൂസ് ചെയ്യുന്നത്. 2 ടൈപ്പ് ഡിപ്പും SMDയും വരുന്നുണ്ട്. അതിന്റെ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പ്രൈസ് കൂടുതൽ എപ്പോഴും വരുന്നത് ഡിപ്പ് ടൈപ്പിനായിരിക്കും. SMDക്ക് ഡിപ്പിനേക്കാൾ കുറച്ച് പ്രൈസ് എപ്പോഴും കുറവായിരിക്കും. ഇനി നമുക്ക് ഇതിലോട്ട് മാറ്റർ ഫീഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഈ ടൈലുകൾ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളറുകളെ പറ്റി സംസാരിക്കാം. ഹുയിഡു എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ W സീരീസ് അല്ലെങ്കിൽ വൈഫൈ സീരീസ് കാർഡുകൾ മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സിംഗിൾ കളർ സ്ക്രോൾ ബോർഡിന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച് വരുന്ന 3 മോഡലുകളാണ് ഈ കാണുന്നത്. ആദ്യം കാണിച്ചിരിക്കുന്നത് W2 ആണ്, ഈ കാണുന്നത് W3 എന്ന് പറയുന്ന കാർഡും.
ഏറ്റവും അവസാനം ഈ കാണുന്നത് W04 ആണ്. ഇതും 5 വോൾട്ട് ഡി സിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കിതിലോട്ട് പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കാനുള്ള 2 പോയിന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ പറഞ്ഞ W2, W3, W04 ഇതിൻ്റെ ഉപയോഗങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ എപ്പോഴും ഒരു ബോർഡ് നിർമ്മിക്കുന്ന സമയത്ത് ടൈലുകൾ അടുക്കി വെച്ചിട്ടാണ് നമ്മൾ ബോർഡുകൾ, ഇപ്പോൾ ഒരു ടൈൽ 1/2 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞു, 1 അടി വീതിയും 1/2 അടി പൊക്കവുമാണ് വരുന്നത്. നമുക്കപ്പോൾ ഒരു 3 അടി വീതിയും 1/2 അടി പൊക്കമുള്ളൊരു ബോർഡ് ചെയ്യാനാണെങ്കിൽ 3 ടൈലുകൾ നിരത്തി വെച്ചാൽ മതി. അപ്പോൾ നിരത്തി വെക്കുന്ന സമയത്ത് ഇതിൻ്റെ കണക്ഷൻ നമ്മൾ ലൂപ്പ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇനി നമുക്ക് 3 അടി വീതിയും 1 അടി പൊക്കവുമുള്ള ബോർഡാണ് വേണ്ടതെങ്കിൽ നമ്മൾ 3 ടൈല് ആദ്യം നിരത്തി വെക്കും. അതിന് മുകളിലായിട്ടോ അല്ലെങ്കിൽ താഴായിട്ടോ അടുത്തൊരു 3 ടൈലൂടെ വെക്കും. അപ്പോൾ നമുക്ക് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് അല്ലെങ്കിൽ ഇടതുവശത്ത് നിന്ന് വലതുവശത്തേക്ക് പോകുമ്പോഴേ നമുക്ക് ലൂപ്പ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മുകളിൽ നിന്ന് താഴേക്ക് നമുക്ക് സ്ക്രോൾ ബോർഡിൽ ലൂപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. മുകളിൽ നിന്ന് താഴേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് നമ്മുടെ കൺട്രോളറിലേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹൈറ്റ് കൂട്ടാൻ വേണ്ടി ഒരു എക്സ്ട്രാ ഹബ്ബ് നമ്മുടെ കൺട്രോളറിൽ വേണ്ടി വരും. അപ്പോൾ അത്തരത്തിൽ 2 ലെയർ ടൈൽ അല്ലെങ്കിൽ 1 അടി ഹൈറ്റുള്ള ബോർഡ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പറയുന്ന W2 എന്ന് പറയുന്ന കൺട്രോളർ നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ 12x1 എന്നും 12x2 എന്നും പറഞ്ഞിട്ട് 2 കറുത്ത ഹബ്ബുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മുടെ മേളത്തെ ലെയർ ടൈല് ഈ പറഞ്ഞ 12x1 കണക്ട് ചെയ്യാം. രണ്ടാമത്തെ ലെയർ അല്ലെങ്കിൽ രണ്ടാമത്തെ സ്റ്റെപ്പ് ടൈല് 12x2 എന്ന് പറയുന്ന ഹബ്ബിലോട്ടും കണക്ട് ചെയ്യാം. 1/2 അടി ബോർഡിനും 1 അടി ഹൈറ്റുള്ള ബോർഡിനും നമുക്ക് ഈ ഒരു W2 എന്ന് പറയുന്ന കാർഡ് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് 3 ലെയർ ടൈലുകൾ വേണം, അല്ലെങ്കിൽ 1.5 അടി ഹൈറ്റിൽ നമുക്ക് ബോർഡ് നിർമ്മിക്കണമെങ്കിൽ W3 എന്ന് പറയുന്ന ഈ ഒരു കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിൽ നമുക്ക് കറുത്ത ഹബ്ബ് 3 എണ്ണം വരുന്നുണ്ട്. സോ 3 ലെയർ അല്ലെങ്കിൽ 3 ടൈല് ഹൈറ്റ് വരെ അല്ലെങ്കിൽ 1.5 അടി ഹൈറ്റ് വരെ ഈ ഒരു കാർഡ് നമുക്ക് യൂസ് ചെയ്യാം. ഇത് 1/2 അടിക്ക് ഉപയോഗിക്കാം, 1 അടിക്ക് ഉപയോഗിക്കാം, ഇനി 1.5 അടി വരെ ഈ ഒരു കൺട്രോളർ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് 2 അടി ഹൈറ്റുള്ള ബോർഡ് വേണം, അല്ലെങ്കിൽ 4 ലെയർ അല്ലെങ്കിൽ 4 സെറ്റ് ടൈല് വരുന്ന ബോർഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന W04 ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് 1/2 അടി ഹൈറ്റ്, 1 അടി ഹൈറ്റ്, 1.5 അടി ഹൈറ്റ്, 2 അടി ഹൈറ്റ് 4 ലെയർ ടൈല് വരെ ഈ ഒരു സിംഗിൾ കാർഡ് വെച്ചിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് W2ഉം W3യും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ക്വാളിറ്റി കൂടുതലുള്ളൊരു കാർഡാണിത്. പൊതുവെ നമുക്ക് W2നും W3ക്കൊക്കെ പ്രോഗ്രാം ഡിലീറ്റ് ആയി പോകുക എന്ന് പറഞ്ഞൊരു പ്രശ്നം വരുന്നുണ്ടായിരുന്നു. എന്നാൽ W04ന് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് നോക്കാതെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ചെറിയ ബോർഡാണെങ്കിൽ 1/2 അടിയുടെ ബോർഡാണെങ്കിലും 1 അടിയുടെ ബോർഡാണെങ്കിലും 1.5 അടിയുടെ ബോർഡാണെങ്കിലും ഈ ഒരു W04 ബഡ്ജറ്റ് നോക്കാതെ ഈ ഒരു W04 ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കൺട്രോളറുകളുടെ കാര്യം ഇത്രയുമാണ്. നമുക്കിപ്പോൾ സിംഗിൾ കളറിൽ ഈ പറഞ്ഞ 3 കൺട്രോളേഴ്സാണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. സ്ക്രോൾ ബോർഡ് നിർമ്മിക്കാനായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പവർ സപ്ലൈ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 വോൾട്ട് ഡി സിയിലാണ് നമ്മുടെ സ്ക്രോൾ ബോർഡും അതിൻ്റെ കമ്പോണൻസും എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ 5 വോൾട്ടിൻ്റെ പവർ സപ്ലൈ വെച്ചിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ സ്ക്രോൾ ബോർഡ് പവർ അപ്പ് ചെയ്യുന്നത്. ഒരു ടൈലിൽ 512 LED ആണെന്ന് ഞാൻ പറഞ്ഞു. 512 LEDയും ഒരുമിച്ച് കത്തുന്ന സമയത്ത് ഏകദേശം 4 ആംപിയർ കറണ്ടാണ് നമ്മുടെ ഈ ഒരു ടൈല് പവർ സപ്ലൈയിൽ നിന്ന് വലിക്കുന്നത് അല്ലെങ്കിൽ ഡ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ടൈലുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് പവർ സപ്ലൈ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് 4 ആംപിയർ വെച്ചും കണക്ക് കൂട്ടാം, 3 ആംപിയർ വെച്ച് കൂട്ടിയാലും വലിയ കുഴപ്പമില്ല. കാര്യം ഒരു കാരണവശാലും നമ്മൾ ഇനി എത്ര വലിയ മാറ്റർ കയറ്റി വിട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന 512 LEDയും ഒരുമിച്ച് കത്തേണ്ട ഒരു ആവശ്യം ഒരിക്കലും നമ്മുടെ ടൈല് വരില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3 ആംപിയർ ഇട്ട് കണക്ക് കൂട്ടിയാലും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ആ മാക്സിമം ബ്രൈറ്റ്നസ് വേണം. ഈ പറയുന്ന പോലെ കാലക്രമേണ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാനാണെങ്കിൽ 4 ആംപിയർ ഇട്ട് തന്നെ കണക്ക് കൂട്ടുക. ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു 10 ടൈലിൻ്റെ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളവിടെ കണക്ക് കൂട്ടേണ്ടത് 10 × 4 40 ആംപിയർ. അപ്പോൾ അവിടെ നമ്മളൊരു 40 ആംപിയറിൻ്റെ പവർ സപ്ലൈ വെക്കാം. ഇനി നിങ്ങൾ 12 ടൈലിൻ്റെ ഒരു വർക്കാണ് ചെയ്യുന്നതെങ്കിൽ 12 × 4 48. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് 40ൻ്റെ പവർ സപ്ലൈ യൂസ് ചെയ്യേണ്ട ടെംപ്റ്റേഷൻ വരും. പക്ഷെ എപ്പോഴും നല്ലത് നമ്മൾ എത്രയാണോ കൂട്ടുന്നത് അതിൻ്റെ ഒരു പിടി മുകളിൽ നിൽക്കുന്ന, ഒരു പിടി മുകളിൽ കറണ്ട് റേറ്റിംഗ് ഉള്ള പവർ സപ്ലൈ എടുക്കുന്നതായിരിക്കും നല്ലത്. ഈ പറയുന്ന 12 ടൈൽ ഉപയോഗിക്കുമ്പോൾ 48 ആംപിയർ നമ്മൾ കണക്കൂട്ടുമ്പോൾ വരുമ്പോൾ 60 ആംപിയറിൻ്റെ പവർ സപ്ലൈ ഉപയോഗിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. സോ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ടൈലിൻ്റെ എണ്ണം നോക്കുക, അതേ ഗുണം 4 ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള പവർ സപ്ലൈ നമ്മൾ എത്രയാണോ കണക്ക് കൂട്ടുന്നത് അതിൻ്റെ തൊട്ട് മുകളിൽ കറണ്ട് വരുന്ന പവർ സപ്ലൈ ഏതാണോ ഉള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യാം. കാര്യം ഇപ്പോൾ 60 ആംപിയർ എന്ന് ഒരു പവർ സപ്ലൈയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കാലക്രമേണ അതിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ തോതിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും.
അപ്പോൾ നമ്മൾ ആ ഒരു കറക്റ്റ് പോയിന്റ് വെച്ചിട്ടൊക്കെയാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ കറക്റ്റ് ബ്രൈറ്റ്നസ് കിട്ടാത്ത പ്രശ്നങ്ങളും അതുപോലെ ഒന്ന് ഓടി കഴിയുമ്പോൾ ബോർഡ് തിരിച്ച് റീസെറ്റ് ആയി വരുന്ന പ്രശ്നങ്ങളൊക്കെ വരും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരുവിധം മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കറണ്ട് റേറ്റിങ്ങിലുള്ള അല്ലെങ്കിൽ എല്ലാ വാട്ട്സിലുള്ള 5 വോൾട്ടിന്റെ പവർ സപ്ലൈസും നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ കയ്യിൽ വരുന്ന ഏറ്റവും ചെറിയ പവർ സപ്ലൈ എന്ന് പറയുന്നത് ഹൈലൈറ്റിന്റെ 5 വോൾട്ട് 20 ആംപിയറിന്റെ സപ്ലൈ ആണ്. 100 വാട്ട്സ് വരും. ഇത് നമുക്ക് റെയിൻ പ്രൂഫോ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇത് നമുക്ക് ഔട്ട്ഡോർ യൂസിന് നമ്മൾ അത്ര റെക്കമെൻഡ് ചെയ്യില്ല. ഇൻഡോർ യൂസിന് അല്ലെങ്കിൽ മഴ നനയാത്ത ഏരിയയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റ് ടൈപ്പ് പവർ സപ്ലൈ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇത് നമുക്ക് 100 വാട്ട്സ് അല്ലെങ്കിൽ 20 ആംപിയർ ആണ് വരുന്നത്. 5 ടൈല് വരെയുള്ള വർക്കിന് നമുക്ക് ഈ ഒരു പവർ സപ്ലൈ സുഖത്തെ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. 5 വോൾട്ട് 20 ആംപിയർ കഴിഞ്ഞാൽ നമുക്ക് ഇതിന് തൊട്ട് മുകളിൽ വരുന്നത് 5 വോൾട്ട് 40 ആംപിയറിന്റെ ഇംബെക്സ് പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ ആണ്. നമുക്ക് ഔട്ട്ഡോർ യൂസിന് എപ്പോഴും ഇത്തരത്തിലുള്ള റെയിൻ പ്രൂഫ് പവർ സപ്ലൈസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 40 ആംപിയർ മുകളിലോട്ട് നമുക്ക് റെയിൻ പ്രൂഫ് പവർ സപ്ലൈസ് ആണ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. കറക്റ്റ് പൊസിഷനിൽ ഇവർ പറയുന്നത് പോലെ മുകളിൽ നിന്ന് താഴേക്ക് ഈ പവർ സപ്ലൈ വെക്കുകയാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പവർ സപ്ലൈക്ക് ഡാമേജോ കാര്യങ്ങളോ ഒന്നും വരുന്നതല്ല. 5 വോൾട്ട് 40 ആംപിയറിന്റെ പവർ സപ്ലൈസിലോട്ട് അധികം സ്ട്രെസ് കൊടുക്കാതെ നമുക്ക് 10 ടൈലുകൾ വരെ ഒന്നിച്ച് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. 40 ആംപിയർ കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് 60 ആംപിയറിന്റെ ഇംബെക്സ് പ്രോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ തന്നെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ ആണ്. ഇതിൽ നമുക്കൊരു 15 ടൈല് വരെ അധികം സ്ട്രെസ് കൊടുക്കാതെ നമുക്ക് ഈ ഒരു 60 ആംപിയറിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. 60 ആംപിയർ എന്ന് പറയുമ്പോൾ 300 വാട്ട്സ് ആണ് വരുന്നത്. 60 ആംപിയർ കഴിഞ്ഞാൽ പിന്നീട് നമുക്കുള്ളത് 80 ആംപിയറിന്റെ ആണ്. 70 ആംപിയറിന്റെ ഇല്ല, 80 ആംപിയറിന്റെ പവർ സപ്ലൈ ആണ്. 400 വാട്ട്സിന്റെ ഇംബെക്സ് പ്രോയുടെ തന്നെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ. ഇതിലേക്ക് നമുക്ക് കൃത്യം പറഞ്ഞാൽ 20 ടൈല് വരെയുള്ള വർക്കാണെങ്കിൽ ഈ ഒരു 80 ആംപിയറിന്റെ പവർ സപ്ലൈയിലേക്ക് നമുക്ക് സ്ട്രെസ് ചെയ്യാതെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി 80 കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ മാക്സിമം വരുന്ന ഏറ്റവും വാട്ടേജ് കൂടുതൽ വരുന്നതെന്ന് പറയുന്നത് 100 ആംപിയറിന്റെ പവർ സപ്ലൈ ആണ്. 100 ആംപിയർ എന്ന് പറയുമ്പോൾ 500 വാട്ട്സിന്റെ പവർ സപ്ലൈ ആണ്. ഇംബെക്സ് പ്രോയുടെ തന്നെ റെയിൻ പ്രൂഫ് പവർ സപ്ലൈ ആണ്. 25 ടൈല് വരെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ പറയുന്ന 100 ആംപിയറിന്റെ പവർ സപ്ലൈ കൊടുക്കാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ആവശ്യം 120 ആംപിയർ ആണ്. നിങ്ങൾ ടൈലിന്റെ എണ്ണം കൂട്ടി വന്നപ്പോൾ നിങ്ങൾക്ക് 120 ആംപിയറിന്റെ പവർ സപ്ലൈ വേണം. എന്നാൽ നിങ്ങളുടെ കയ്യിൽ മാക്സിമം ഉള്ളത് 100 ആംപിയറിന്റെ ആണെന്ന് കരുതി ഒരു കാരണവശാലും 100 ആംപിയറിന്റെ പവർ സപ്ലൈ നമ്മൾ കൊടുക്കാൻ പാടില്ല. നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ 120 വാട്ട്സ് ഒക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ 2 60 വാട്ട്സിന്റെ പവർ സപ്ലൈ നമ്മുടെ ലൈനുകൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 60 വാട്ട്സിന്റെ പവർ സപ്ലൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എപ്പോഴും ഒരു 105 അല്ലെങ്കിൽ 106 ആംപിയറിൽ കൂടുതൽ കണക്കൂട്ടലിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഒന്നിലധികം പവർ സപ്ലൈസ് ഉപയോഗിക്കുക. നിങ്ങൾക്ക് പവർ സപ്ലൈ സെലക്ട് ചെയ്യുന്നതിലൊക്കെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളോട് റിക്വയർമെന്റ് എന്താണെന്നുള്ളത് പറഞ്ഞാൽ മതി. അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ പറഞ്ഞു 5 വോൾട്ട് 20 ആംപിയറിൽ തുടങ്ങി 100 ആംപിയർ വരെയുള്ള പവർ സപ്ലൈസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട്. ഇനി നമുക്ക് ഈ സ്ക്രോൾ ബോർഡിന്റെ കണക്ഷൻ എത്തരത്തിലാണെന്നുള്ളത് നോക്കാം. നമ്മൾ ആദ്യം സ്ക്രോൾ ബോർഡ് നിർമ്മിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കൺഫ്യൂഷനാണ് ഇതിൻ്റെ ഫ്രെയിം എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ ഈ വീഡിയോയിൽ ഇതിൻ്റെ ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നില്ല. നോക്കട്ടെ, നമുക്ക് അധികം വൈകാതെ പലതരത്തിൽ ഫ്രെയിം അടിക്കുന്നതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയാം. ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അത്തരത്തിൽ വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ പറയാം. ഈ പറഞ്ഞ ഫ്രെയിം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണോ, നമുക്ക് ചെയ്യാൻ എളുപ്പമുള്ളത് എന്തൊക്കെയാണോ, അല്ലെങ്കിൽ നമുക്ക് കയ്യിലുള്ള ടൂൾസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് ടൈപ്പ് ഫ്രെയിം ആണോ ആ രീതിയിലെല്ലാം നമ്മുടെ യുക്തി പോലെ നമുക്ക് ഫ്രെയിം സെറ്റപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. പലരും അലൂമിനിയത്തിൻ്റെ സി ചാനലുകളിൽ ഫ്രെയിം അടിക്കുന്നത് കണ്ടിട്ടുണ്ട്. എൽ ക്ലാമ്പ് നമ്മുടെ ക്ലീറ്റ് ഫ്ലൂട്ട് ആംഗിളൊക്കെ വെച്ചിട്ട് ഫ്രെയിം അടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ടൈപ്പിലുള്ള പല അളവിലുള്ള 1.5 സ്ക്വയർ ട്യൂബ് അതുപോലെ 1.5 സ്ക്വയർ ട്യൂബ് ഒക്കെ ഇട്ട് പലരും ഈ പറഞ്ഞ ഫ്രെയിം നമ്മൾ അലൂമിനിയത്തിൽ സെറ്റ് ചെയ്തെടുക്കാറുണ്ട്. GIയിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ GIയിൽ പർലിങ്ങും സ്ക്വയർ ട്യൂബൊക്കെ വെച്ചിട്ട് ഫ്രെയിം അടിക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എത്തരത്തിലാണോ ആ രീതിയിൽ നിങ്ങൾക്ക് ഫ്രെയിം അടിക്കാം. ഇനി നിങ്ങൾക്ക് ഫ്രെയിം അടിക്കാൻ യാതൊരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾ ടൈല് നേരെ നിരത്തി വെച്ച് അളവൊക്കെ നോക്കിയിട്ട് തൊട്ടടുത്ത് നിങ്ങൾക്ക് അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുന്ന ഒരു ഷോപ്പിലോട്ട് പോയിട്ട് അവരോട് ഈ മൊത്തത്തിൽ അളവ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് അലൂമിനിയം പൈപ്പിൽ സ്ക്വയർ ട്യൂബിൽ നമുക്ക് ഈ പറഞ്ഞ ഫ്രെയിം സെറ്റ് ചെയ്ത് തരുന്നതാണ്. സ്ക്രൂ ചെയ്തിട്ടോ നമുക്ക് ഈ ടൈലുകൾ ഫ്രെയിമിലേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഫ്രെയിമിൻ്റെ കാര്യങ്ങൾ അത്തരത്തിലാണ്. നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, നമുക്കത് വിശദമായിട്ട് തന്നെ ചെയ്യാം. ഇനി നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ടൈൽ അടുക്കുന്നതിലുള്ള രീതിയാണ്. ആക്ച്വലി ടൈലിൻ്റെ മുകൾ സൈഡും താഴ്വശവും കണ്ടുപിടിക്കാനായിട്ട് എളുപ്പമാണ്. അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് തലതിരിഞ്ഞു പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. മുന്നിൽ നിന്ന് ടൈല് നോക്കുമ്പോൾ ഫ്രണ്ട് സൈഡ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ LED തലയിൽ ഒരു ഷെയ്ഡ് പോലെ ഒരു തൊപ്പി പോലെ വരുന്ന ഒരു സ്ട്രക്ചർ വരുന്നതാണ് നമ്മുടെ LED മുകൾ വശം എന്ന് പറയുന്നത്. എപ്പോഴും അതിപ്പോൾ SMD ആണെങ്കിലും ഡിപ്പ് ടൈപ്പ് ആണെങ്കിലും ഒരു ചെറിയൊരു പ്രൊജക്ഷൻ നമ്മുടെ LED മുകൾ സൈഡിൽ കാണും. അപ്പോൾ അത് മുകളിൽ വരുന്ന രീതിയിൽ വേണം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ ടൈല് കാണാൻ.
ഇനി പിന്നിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് 2 ആരോ മാർക്ക് മുകളിലേക്കും വലത് സൈഡിലേക്കും 2 ആരോ മാർക്കുകൾ വരും. ഈ ആരോ മാർക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ എത്തരത്തിലാണോ ഈ ആരോ മാർക്ക് കാണുന്നത് ഈ രീതിയിൽ മാത്രമേ നമ്മൾ ടൈല് വെക്കാവൂ. ഈ ഒരു അലൈൻമെൻറ്റ് ഒന്ന് മുകളിലേക്കും ഒന്ന് വലത് സൈഡിലേക്കും ആണെന്നുള്ള അലൈൻമെൻറ്റ് മാത്രം നമ്മൾ ഉറപ്പ് വരുത്തുക. അത്തരത്തിൽ ഈ ഒരു ആരോ മാർക്ക് വെച്ച് നിരത്തി വെച്ചിട്ട് നമുക്ക് വേണ്ട ലെങ്തിലും ഹൈറ്റിലും നിരത്തി വെച്ചിട്ട് ഒന്നെങ്കിൽ നമുക്ക് ഗ്ലൂ ചെയ്യാം, അല്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും പ്ലേറ്റ് വെച്ചിട്ട് നമുക്ക് സ്ക്രൂ ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് എങ്ങനെയാണോ അവൈലബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് എങ്ങനെയാണോ കൺവീനിയൻറ്റ് ആ രീതിയിൽ ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിപ്പോൾ വേണ്ട രീതിയിൽ ടൈലുകൾ ആദ്യം അടുക്കി വെക്കുക. ടൈലുകൾ അടുക്കി വെച്ച ശേഷം നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് പോസിറ്റീവും നെഗറ്റീവും കൊടുക്കണം. അപ്പോൾ SMD ആണെങ്കിൽ എളുപ്പമാണ്, ഈ ഒരു പിന്നെടുത്ത് ഡയറക്റ്റ് കുത്തിയാലും മതി. ഈ ഒരു പിന്ന് കുത്തുമ്പോൾ ഇത് ഇൻ കേസ് ലൂസ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവിടെ കുറച്ച് പശയോ അല്ലെങ്കിൽ ടേപ്പ് അടിച്ചോ വെക്കുക. കാര്യം കാലക്രമേണ ഈ ഒരു പിന്ന് ലൂസായിട്ട് നമ്മുടെ LED കത്താതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറ്റവും നല്ലത് ഈ വയറിങ് ഈ പിന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഡയറക്റ്റ് ഈ പിന്നിലോട്ട് പോസിറ്റീവിലോട്ടും നെഗറ്റീവിലോട്ടും നമ്മൾ വയർ സോൾഡർ ചെയ്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനിയല്ല സോൾഡർ ചെയ്യാൻ അറിയില്ല, മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലൂ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ബോർഡിൽ 2 പിന്നുകൾ കാണാൻ പറ്റും, VCC എന്നും GND എന്നും പറഞ്ഞിട്ട്. ഈ VCC എന്ന് പറയുന്നത് പോസിറ്റീവാണ്. നമ്മുടെ പവർ സപ്ലൈയിൽ നമുക്ക് +V അല്ലെങ്കിൽ V+ എന്ന് പറയുന്ന കുറേ പിന്നുകൾ കാണാൻ പറ്റും. ആ V+ അല്ലെങ്കിൽ പോസിറ്റീവാണ് ഈ പറയുന്ന VCCയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നീട് ബോർഡിൽ നമുക്ക് GND അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോയിന്റ് കാണാൻ പറ്റും. ഇതാണ് നെഗറ്റീവ്. നമ്മൾ കറുത്ത വയറുകളാണ് പൊതുവെ നെഗറ്റീവിന് യൂസ് ചെയ്യാറ്. അപ്പോൾ ഈ നമ്മുടെ പവർ സപ്ലൈയിൽ നിന്ന് V- അല്ലെങ്കിൽ -V നെഗറ്റീവ് എന്ന് പറഞ്ഞു വരുന്ന വയറ് നമ്മൾ ബോർഡിൻ്റെ GND അല്ലെങ്കിൽ ഗ്രൗണ്ടിലായിട്ടായിരിക്കണം കണക്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും ഇത് തലതിരിഞ്ഞു പോരുക. തലതിരിഞ്ഞു പോവുകയാണെങ്കിൽ നമ്മുടെ വയറിങ്ങിന് പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്, പവർ സപ്ലൈ കത്തിപ്പോകാനുള്ള സാധ്യതയുണ്ട്, ടൈലിന് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴും പൊളാരിറ്റി നോക്കിയിട്ട് പോസിറ്റീവിലേക്കും നെഗറ്റീവിലേക്കും മാത്രം കണക്ട് ചെയ്യുക. എപ്പോഴും നല്ലത് ഒരു 4 ടൈല് വരെ ഒരു സെറ്റ് വയറിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഒരു കാരണവശാലും 10 ടൈല് വെച്ചിട്ട് ഇതെല്ലാം കൂടെ ഒറ്റ സെറ്റ് വയറിൽ കയറ്റി ഒരു സെറ്റ് വയർ മാത്രം പവർ സപ്ലൈയിലേക്ക് വരുന്ന രീതിയിൽ സെറ്റ് ചെയ്യരുത്. 4 ടൈലിന് അല്ലെങ്കിൽ മാക്സിമം ഒരു 5 ടൈലിന് ഒരു സെറ്റ് വയർ എന്നുള്ള രീതിയിൽ കൊടുക്കുക. എപ്പോഴും ബ്രാൻഡഡ് കമ്പനികളുടെ 1 സ്ക്വയറിൻ്റെ അല്ലെങ്കിൽ 1.5 സ്ക്വയറിൻ്റെ വയറുകൾ മാത്രം നമ്മുടെ സ്ക്രോൾ ബോർഡ് പ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ പോസിറ്റീവ് നെഗറ്റീവ് എല്ലാം എടുത്ത് നമ്മുടെ പവർ സപ്ലൈയുടെ പോസിറ്റീവ് നെഗറ്റീവും കൃത്യം നോക്കി ചുവപ്പ് പോസിറ്റീവിലേക്കും ബ്ലാക്ക് ഗ്രൗണ്ട് അല്ലെങ്കിൽ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്യാം. എപ്പോഴും നമ്മുടെ പവർ സപ്ലൈയിൽ കുറേ പിന്നുകളുണ്ടെങ്കിൽ ഈക്വലായിട്ട് ഇപ്പം 3 വയറാണ് പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ 3 പോയിന്റിലായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. അതാവുമ്പോൾ ഈ പറഞ്ഞ ലോഡ് ബാലൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പറഞ്ഞ ടൈലുകളിലേക്ക് നമ്മുടെ കൺട്രോളർ കണക്ട് ചെയ്യണം. അപ്പോൾ കൺട്രോളർ കണക്ട് ചെയ്യാനായിട്ട് നമ്മൾ കൺട്രോളർ എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഇവിടെ മുകളിലും താഴെയും ഞാൻ ഓരോ ടൈലുകൾ വെച്ചിട്ടുണ്ട്. 1 അടി ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ബോർഡ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ കണക്ഷൻ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിന് മുകളിൽ കാണുന്നതാണ് ഫസ്റ്റ് ടൈൽ എന്ന് പറയുന്നത്, താഴെ കാണുന്നത് സെക്കൻഡ് ടൈൽ. 1, 2 എന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ കൺട്രോൾ കാർഡിലോട്ട് വരുമ്പോൾ നമുക്ക് 2 ഹബ്ബുള്ള കാർഡാണെങ്കിൽ 12x1 എന്ന് പറഞ്ഞിട്ടും 12x2 എന്ന് പറഞ്ഞിട്ട് 2 ഹബ്ബുകൾ കാണാൻ പറ്റും. ചെയ്യേണ്ടത് ഈ ഒരു നമ്മുടെ FRP കേബിളിൻ്റെ അറ്റത്ത് നോക്കുമ്പോൾ ചെറിയൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. അതുപോലെ നമ്മുടെ ഈ കൺട്രോളറിൻ്റെ ഹബിൻ്റെ താഴെയായിട്ടും ചെറിയൊരു ആരോ മാർക്ക് കാണാൻ പറ്റും. ഈ 2 ആരോ മാർക്കും ഒന്നിച്ച് വരുന്ന രീതിയിൽ ഇതിൻ്റെ ഈ ഒരു 12x1 ഒരു കേബിൾ കണക്ട് ചെയ്യാം. നമ്മുടെ മുകളിലുള്ള നമ്മൾ 1 നമ്പർ ഇട്ട ടൈലുണ്ടല്ലോ, അതിൻ്റെ ഫസ്റ്റ് ടൈലിലോട്ട്, അതായത് ലെഫ്റ്റ് മോസ്റ്റ് കാണുന്ന ഇടത്തെ സൈഡിൽ ഏറ്റവും അറ്റത്ത് കാണുന്ന ടൈലിലേക്ക് ഈ ഒരു ഗ്യാപ്പ് നോക്കിയിട്ട് നമ്മുടെ ഈ ഒരു FRP കേബിൾ കണക്ട് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മുകളിലത്തെ ചാനൽ 12x1 എന്ന് പറയുന്ന ഹബ്ബ് നമ്മളിപ്പോൾ കണക്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് 12x2 ഈ ആരോ മാർക്ക് തന്നെ നോക്കി നമ്മളൊരു FRP കേബിൾ കണക്ട് ചെയ്തിട്ട് താഴെ കാണുന്ന സെക്കൻഡ് ലെയർ ടൈലിലേക്ക് നമ്മൾ FRP കേബിൾ വഴി ഡേറ്റ കൊടുക്കണം. അപ്പോൾ കൺട്രോളറിൻ്റെ കണക്ഷൻ ഇതോടുകൂടി തീർന്നു. ആദ്യത്തെ 2 കൺട്രോളറിലേക്ക് മാത്രം നമ്മൾ ഈ പറയുന്ന കൺട്രോളറിൽ നിന്ന് കണക്ഷൻ കൊടുത്താൽ മതി. ഇനി ചെയ്യേണ്ടത് തൊട്ടടുത്തുള്ള ടൈലുകൾ ജസ്റ്റ് ലൂപ്പ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇനി ഡബിൾ സൈഡ് ആണെങ്കിൽ 2 കൺട്രോളർ ഉപയോഗിക്കണം എന്നുള്ളൊരു സംശയം പലർക്കും കാണും. ഡബിൾ സൈഡ് ആണെങ്കിൽ 2 കൺട്രോളർ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എവിടെ വെച്ചാണോ 2 സൈഡ് ആവേണ്ടത് അവിടെ വെച്ച് ടൈലൊന്ന് മടക്കിയാൽ മതി. അതായത് ആദ്യത്തെ വശം തീരുന്നതിൻ്റെ എൻഡിൽ നിന്ന് അടുത്ത വശം തുടങ്ങുന്നു, അത്തരത്തിലാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡേറ്റയുടെ കണക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ കൺട്രോളറിലേക്ക് ഏതെങ്കിലും ഒരു ടൈലിൽ നിന്ന് ഒരു പോസിറ്റീവ് നെഗറ്റീവ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കണക്ഷൻസ് മൊത്തം തീർന്നു. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ വളരെ ബ്രീഫായിട്ടൊന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞുതരാം. അലൈൻമെൻറ്റ് നോക്കി ടൈലുകൾ നിരത്തി വെക്കുക. പോസിറ്റീവ് നെഗറ്റീവും ഈക്വലായിട്ട് എല്ലാ ടൈലിലേക്കും കൊടുക്കുക. അതുപോലെ കൺട്രോളറിലേക്കും പോസിറ്റീവ് നെഗറ്റീവും കൊടുക്കുക. പിന്നീട് ആദ്യത്തെ ടൈലുകളിലേക്ക് ലെഫ്റ്റ് മോസ്റ്റ് ഇടത്തെ സൈഡിലുള്ള ആദ്യത്തെ ടൈലുകളിലേക്ക്
നമ്മുടെ കൺട്രോളറിൽ നിന്ന് ഓരോ കണക്ഷൻസ് കൊടുക്കുക, പിന്നീടുള്ള ടൈലുകൾ ലൂപ്പ് ചെയ്ത് പോവുക. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ കണക്ഷൻ ഇവിടെ ഓക്കെ ആയിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ പവർ സപ്ലൈയിലേക്ക് ഇപ്പോൾ നമ്മൾ ലൈനും ന്യൂട്രലും കൊടുക്കണം. അത് എളുപ്പമാണ്. നമ്മുടെ പവർ സപ്ലൈയിലോട്ട് നോക്കുമ്പോൾ എല്ലെന്നും എന്നെന്ന് പറഞ്ഞ ലൈനും ന്യൂട്രലും നമുക്ക് കാണാൻ പറ്റും. അവിടേക്ക് 2 വയർ കൊടുത്തിട്ട് അത് നമ്മുടെ സപ്ലൈയിലേക്ക് കൊടുക്കുക. ബോർഡ് ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ബോർഡ് കത്തുന്നത് കാണാൻ പറ്റും. ആദ്യം കുറേ ചൈനീസും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടാണ് നമുക്ക് വേണ്ട മാറ്ററിലേക്ക് ആക്കുന്നത്. അപ്പോൾ അടുത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയിൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഈ സ്ക്രോൾ ബോർഡ് എങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്ക്രോൾ ബോർഡ് നിർമ്മാണത്തിൻ്റെ കാര്യങ്ങൾ വശമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് പഠിച്ച പലരും ഇപ്പം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നിങ്ങൾ ഓണസ്റ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ബിസിനസ് തന്നെയാണ്. നിങ്ങൾക്ക് അപ്പോൾ ഇതിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എല്ലാവർക്കും എല്ലാം മനസ്സിലായി കാണണമെന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പോർഷൻസ് മനസ്സിലാകുകയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോയിൽ ഒന്നുകൂടെ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണാവുന്നതാണ്. ഇനി എല്ലാ പാർട്സ് സെലക്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് എത്ര ഹൈറ്റുള്ള ബോർഡാണ്, എത്ര വിഡ്ത്തുള്ള ബോർഡാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ട കമ്പോണൻസ് എല്ലാം നമ്മൾ ലിസ്റ്റ് ആക്കി തരുന്നതായിരിക്കും. സോ വീഡിയോ നമ്മളുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ഇത്രയും ലെങ്തുള്ളൊരു വീഡിയോ ചെയ്തത്. വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾക്ക് തോന്നിയ സംശയങ്ങളും വീഡിയോയെ പറ്റി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഇംപ്രഷൻസും നല്ലതാണോ മോശമാണോ എന്നുള്ളത് താഴെ കമൻറ്റിൽ പറയാം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റിൽ പറഞ്ഞാൽ അടുത്ത ഇത്തരത്തിലുള്ള ഡീപ്പ് വീഡിയോസിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നമ്മുടെ കയ്യിൽ ഈ കാണിച്ച എല്ലാ പാർട്സും നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ഇപ്പോൾ കൊച്ചിയിലും അതുപോലെ കായംകുളത്തെ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. നമ്മുടെ ഷോപ്പ് വരുന്നത് കൊച്ചി നോർത്ത് പരൂരും, ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് താമരക്കുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ ഒരു ഷോപ്പിൻ്റെ പേര് RRLED എന്നാണ്. 2 ഷോപ്പുകളിൽ നമുക്ക് ഈ പറഞ്ഞ പ്രോഡക്റ്റ്സ് എല്ലാം നമുക്ക് സ്റ്റോക്ക് ഉണ്ട്. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ എന്താണെന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ഈ പ്രോഡക്റ്റുകളെല്ലാം തന്നെ കൊറിയർ ചെയ്ത് നൽകാൻ സാധിക്കുന്നതാണ്. നമ്മളെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സപ്പിൻ്റെ നമ്പർ വീഡിയോയിലും അതുപോലെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് പിൻഡ് കമൻറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള LED മറ്റ് സംബന്ധമായിട്ടുള്ള വിശേഷങ്ങൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.